ഞായറാഴ്ച ദിവസം പൊതുവെ ബസ് കുറവായിരിക്കുമല്ലേ, അവർക്കൊരു റെസ്റ്റ് വേണ്ടേ. അങ്ങനെ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ്സിൻ്റെ സമയമെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ ഞാനെത്താൻ കുറച്ച് ലേറ്റായിട്ടോ. അങ്ങനെ ഒരു ബസ്സിന് പോകേണ്ട സ്ഥലത്തേക്ക് 2 ബസ്സും 3 ഓട്ടോയും കൂട്ടിയിട്ടാട്ടോ ഞങ്ങളെത്തിയേ. പോകുന്ന വഴിക്ക് ബേക്കറി കയറി കുറച്ച് സാധനങ്ങളൂടെ മേടിച്ചു. ചെറിയ പരിപാടിയുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണ് എപ്പോഴും ഉടക്കുന്ന ഇതുപോലെ തന്നെ അൽക്കുലത്തെ സാധനങ്ങളോടാട്ടോ. മുട്ടായി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവില്ല അല്ലേ. അങ്ങനെ ഞങ്ങൾ അവസാന സ്ഥലത്തെത്തിയിട്ടോ. ഈ പുഴയിലേക്കല്ല പോകുന്നത്, പുഴക്കരയിലുള്ളൊരു വീട്ടിലോട്ട്. ഇതെൻ്റെ കസിൻ സിസ്റ്ററാണ്. അവൾക്ക് വിശേഷമുണ്ട്. ഞങ്ങൾ കണ്ണൂർ നാട്ടുകാർക്ക് വിശേഷം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയെന്ന് കൂടെ അർത്ഥമുണ്ട് കേട്ടോ. 8 മാസമായി. 8 മാസത്തിനിടെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുമില്ല. അങ്ങനെ കാണാൻ പോകുമ്പോൾ കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചൊരു കേക്കും അതുപോലെ കുറച്ച് പലഹാരങ്ങളൊക്കെ ആയിട്ടാട്ടോ അങ്ങോട്ട് പോയിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സർപ്രൈസായിട്ട് പോയതാണ്. ഇതാണ് ആളുടെ ഹസ്ബൻഡ്. ഏട്ടനും അവളെ സർപ്രൈസാക്കാൻ വേണ്ടി അവളോട് പറയാതെ വന്നതാണ്. പക്ഷെ ഞങ്ങളെ കണ്ടപ്പോൾ ആളാകെ സർപ്രൈസായിപ്പോയി. ക്യാമറയും പിടിച്ച് എന്നെ കണ്ടിട്ട് എന്ത് റിയാക്ഷൻ ഇടുമെന്നറിയാതെ ഏട്ടൻ പതുക്കെ കയറി വരികയാണ് അകത്തോട്ട്. ഈ മുൻകൂട്ടി പറയാതെ സർപ്രൈസായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ മുഖത്ത് വരുന്നൊരു ചിരിയുണ്ട് കേട്ടോ. എന്ത് ഭംഗിയത് കാണാൻ. അങ്ങനെ ഏട്ടനും പരിപാടിയിൽ ജോയിൻ ചെയ്തു. കുറേ നേരം ഫോട്ടോ എടുക്കരുത്, വീഡിയോ എടുക്കരുതെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ വിടാത്ത കണ്ടപ്പോൾ പിന്നെ ഏട്ടനും നമ്മളോട് സഹകരിച്ചു. അങ്ങനെ പരിപാടിയൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന കുറച്ച് പേര് കമൻറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ മൊത്തം ഒരു അച്ചടി ഭാഷ വരുന്നുണ്ട്. കണ്ണൂരിൻ്റെ തനത് സ്ലാങ്ങിൽ എന്താ പറയാത്തതെന്ന്. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. നമ്മൾ കുട്ടികളോട് സംസാരിച്ച് ഒരു അച്ചടി ചൊവ്വയും കൂടെ വന്നോന്നേ ഉള്ളൂ. കുട്ടികളുടെ അടുത്ത് കണ്ണൂരിൻ്റെ തനത് ഭാഷയിൽ സംസാരിച്ചാൽ അവർ മഴയ്ക്ക് വരെ മയാന്നും പുഴയ്ക്ക് വരെ പുഴ എന്നൊക്കെ എഴുതും. ഇനി അങ്ങോട്ട് മാക്സിമം കണ്ണൂർ സ്ലാങ് കൊണ്ടുവരാൻ ശ്രമിക്കാം കേട്ടോ. ഇനിയിപ്പം ഞങ്ങളുടെ ഊഴാണ്. ഞങ്ങളും അവൾക്ക് കേക്ക് മുറിച്ചു. അവൾക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ ആ കടുകുമണിക്കും കൂടെ കുറച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ചേച്ചി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും വന്നതല്ലേ, കേക്കിൽ നിർത്തണ്ട, ഒരു വളയിടൽ ചടങ്ങ് കൂടെ നടത്തിയാലോ. നേരത്തെ മേടിച്ച് വെച്ച വള ബാഗിലുള്ളതുകൊണ്ട് അതെടുത്ത് എല്ലാവരും കൂടെ കുറച്ച് വീതം വെച്ച് അവൾക്ക് ഇട്ട് കൊടുക്കാൻ തുടങ്ങി. ശരിക്കും ഇതൊക്കെ വലിയ ഗ്രാൻഡ് പരിപാടിയാക്കണ്ട കേട്ടോ. പക്ഷെ അവർക്ക് പൊതുവേ സെലിബ്രേഷൻസിനോട് വലിയ താല്പര്യമില്ല. പിന്നെ നമ്മൾ വന്ന് എല്ലാവരും കൂടെ ആയപ്പോൾ അതൊരു സെലിബ്രേഷനായി മാറുകയും ചെയ്തു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേ തോന്നി നമുക്കൊന്ന് നടക്കാൻ പോയാലോ. ഞാൻ വീഡിയോയുടെ ആദ്യം കാണിച്ചു തന്ന പുഴയില്ലേ, അതേപോലെ വീടിൻ്റെ തൊട്ടടുത്താട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും കൂടെ പുഴ കാണാൻ തീരുമാനിച്ചു. അതിന് തൊട്ട് മുമ്പ് ഒരു വലിയ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വെള്ളത്തിന് നല്ല ഒഴുക്കുള്ളതുകൊണ്ട് പോകണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഈ ഫ്രണ്ടിൽ നടക്കുന്ന കടുകുമണി ഉണ്ടല്ലോ, അവൾക്ക് ഭയങ്കര വാശി പുഴ കാണണമെന്ന്. കുറേ നേരം കരഞ്ഞ് ബഹളം വെച്ചപ്പോൾ കൊച്ചിൻ്റെ സങ്കടം കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുഴ കാണാൻ കൊണ്ടുപോകാൻ. ഇനിയെങ്ങാനും ബാക്കിൽ നടന്നാൽ അവളെ കൂട്ടാതിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അവൾ ഫ്രണ്ടിൽ അങ്ങ് ലീഡറായിട്ട് നടക്കുന്നുണ്ട്. അവളെങ്ങാനും ഓടിച്ചാടി വെള്ളത്തിനകത്ത് ഇറങ്ങുമെന്ന് പേടിച്ച് ഞങ്ങളും ഞങ്ങളുടെ നടത്തത്തിൻ്റെ സ്പീഡ് കൂട്ടി. വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടാതിരിക്കാൻ വീഡിയോൻ്റെ സ്പീഡ് കൂട്ടി. അങ്ങനെ മൊത്തം സ്പീഡായിപ്പോയിട്ടോ. അങ്ങനെ മതിലൊക്കെ ചാടി ഞങ്ങൾ പുഴയുടെ അടുത്തെത്താറായിട്ടോ. പുഴയിലേക്കുള്ള വഴി അത് കുറച്ച് കഠിനം തന്നെ. അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര ആവേശത്തിൽ പുഴേൻ്റെ അടുത്തോട്ട് പോവുക. ഈ സമയം പ്രത്യേകിച്ച് മഴക്കാലം കൂടി ആയതുകൊണ്ട് നമുക്ക് പരിചയമില്ലാത്ത പുഴകളിലൊന്നും ഇറങ്ങാൻ നിൽക്കരുത് കേട്ടോ. അതൊക്കെ വലിയ അപകടം ഉണ്ടാക്കും. ഈ പുഴ ഇവർക്ക് പരിചയമുള്ളതുകൊണ്ടാട്ടോ ഞങ്ങളതിൻ്റെ അടുത്തോട്ട് പോയേ. അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾ, മുതിർന്ന ആൾക്കാരൊന്നും ഇല്ലാതെ ഇത്തരത്തിലുള്ള പുഴകളുടെ അടുത്തൊന്നും പോകാനോ ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും ശ്രമിക്കരുത് കേട്ടോ. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.